ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വെടിപ്പോടും ഭംഗിയോടും കൂടി മോർണിംഗ് ആക്ടിവിറ്റി മുഴുവനും കാണിച്ചു. അതായത് പി ആർ വർക്ക് കൊണ്ട് അവിടെ നിൽക്കുന്ന വ്യക്തി ആര്, പി ആർ ഇല്ലാതെ അവിടെ നിൽക്കുന്ന വ്യക്തി ആര്. ആ ചോദ്യത്തിന് ആദിലയും നൂറയും ഒഴികെ ബാക്കി എല്ലാവരും തിരഞ്ഞെടുത്തത് അനുമോളുടെ പേര് തന്നെയാണ്. എല്ലാവർക്കും വളരെ കൃത്യതയുണ്ട്, ഉറപ്പുണ്ട് അനുമോൾക്ക് പി ആർ വർക്ക് ഉണ്ടെന്ന്. എന്താണ് അതിന്റെ കാരണം? അനുമോൾ അവിടെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടിരിക്കുക. അയ്യോ, പി ആർ വർക്കോ? പി ആർ കൊടുത്തിട്ടാണോ അനുമോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഈ അതിശയോക്തിയോടുകൂടി ചോദിക്കുന്ന ആൾക്കാർക്കാർക്കും പി ആർ ഇല്ലാത്തവരാണ്. എന്തായാലും ഈ വിഷയം ഇന്ന് ബിഗ് ബോസ് കൊണ്ടുവന്നത് അത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പി ആർ വർക്കിനെ കുറിച്ച് കാര്യമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തൊരു ദിവസമാണെന്ന്. പല യൂട്യൂബ് ചാനലുകളും ഇതിന്റെ ആഴങ്ങൾ അറിയുവാൻ വേണ്ടി ഒരു അന്വേഷണം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് നടത്തി. എന്നിട്ട് അവർ പലരും വിളിച്ചു പറഞ്ഞത്, ഇവിടെ അനുമോൾക്ക് 16 ലക്ഷത്തിന്റെ പി ആർ ഉണ്ട് എന്ന് പറഞ്ഞ ബിന്നി 8 ലക്ഷം രൂപയുടെ പി ആർ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ആഴ്ച തോറും ആ പേയ്മെന്റ് പി ആർ ടീമിന്റെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അത് വെറുമൊരു ഊഹാപോഹമായിട്ടല്ല അവതരിപ്പിക്കുന്നത്. വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തുവിടാമെന്ന് പലരും പറയുകയും ചെയ്തു. അതെ, ആ ലിസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നെവിൻ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർക്കും പി ആർ ഉണ്ട്. അനീഷിന് പി ആർ ഉണ്ടെന്നോ? കോമണറായിട്ട് വന്ന അനീഷിനോ? അതെ, അനീഷിന് നല്ല ഉഗ്രൻ പി ആർ ഉണ്ടെന്നാണ് അവരുടെ കണ്ടെത്തൽ. അല്ല, ഞാൻ വീണ്ടും ചോദിക്കുന്നത്, പി ആർ ഉണ്ടെങ്കിൽ എന്താണ്? ഇതൊക്കെ ആദ്യമായിട്ടുള്ള സംഭവമാണോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് വാരിയിട്ട് അലക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും അറിയാം പി ആർ വർക്ക് ഇല്ലാതെ ഒരു പണിയും നടക്കില്ലെന്ന്. അനുമോൾ തുറന്നു പറയുന്നു. അതുമാത്രവുമല്ല, അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ബിഗ് ബോസിലേക്ക് വരുമ്പോഴല്ല പി ആർ ഉള്ളത്, അതിനു മുൻപ് തന്നെ താൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. തനിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യതയോടുകൂടി അതിനെ നേരിടുകയും മറുപടി പറയുവാനും വേണ്ടി മുൻപ് തന്നെ താൻ പി ആറിനെ ആക്കി വെച്ചിട്ടുണ്ട്. ആ പി ആർ ഏജൻസിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷവും അവർ തന്നെയായിരിക്കും അനുമോളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനിപ്പോ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഇതാരും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കില്ല. അതിനൊക്കെ കൃത്യമായിട്ടുള്ള പേയ്മെന്റുകൾ കൊടുക്കുകയും വേണം. എന്നാൽ ബിന്നി കണ്ടെത്തിയിരിക്കുന്നത് 16 ലക്ഷമോ എന്തോ. കൃത്യമായിട്ട് ബിന്നിക്കൊരു ഉറപ്പില്ല. എങ്കിലും 16 ലക്ഷത്തിൽ ഏകദേശം കൊണ്ടുവന്ന് ചവിട്ടി നിർത്തുകയാണ്. അതെങ്ങനെ മനസ്സിലായി? നീ തന്നെ എന്നോട് പറഞ്ഞതാണ്. അത് പറഞ്ഞ് രണ്ടുപേരും കൂടി ശണ്ട കൂടുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദില, നൂറ, ഷാനവാസ് ഇവർ മൂവരും കൂടി ഇരുന്നു കൊണ്ട് ഈ പി ആർ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തുന്നുണ്ട്. അവിടുത്തെ സംസാര വിഷയം പി ആർ എന്നുള്ളതിനേക്കാൾ ഉപരി ബിന്നിയുടെ എത്തിക്സിനെ കുറിച്ചാണ്. ബിന്നി അത് പറയാൻ പാടില്ലായിരുന്നു. ആദില പറയുന്നു, കൃത്യമായി എമൗണ്ട് ഉൾപ്പെടെ വിളിച്ചു പറയാൻ തയ്യാറായത് അത് വളരെ മോശമായി പോയി. അപ്പോൾ നൂറ പറയുന്നുണ്ട്, അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ബിന്നിയുമായിട്ട് അങ്ങനെയുള്ള ഒരു അടുപ്പം അവൾക്കില്ല. നമ്മളോട് പോലും ഇതുവരെയും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഈ കാര്യം എടുത്ത് ഞാൻ പറഞ്ഞതാണ്. ആരോട് സംസാരിച്ചാലും അനുമോൾ ബിന്നിയോട് ഈ കാര്യം സംസാരിക്കാൻ സാധ്യതയില്ല. കാരണം ഈ സീസൺ തുടങ്ങുമ്പോൾ മുതൽ ബിന്നി കാര്യമായിട്ട് അസൂയയോടുകൂടി അനുമോൾക്കെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടൊരു വ്യക്തിയാണ്. ഗ്രൂപ്പ് കൂടുമ്പോഴൊക്കെ അനുമോളെ കുറിച്ച് തന്നെയായിരുന്നു ബിന്നിയുടെ ചർച്ച. ഒരു വേള ആര്യനെ ഇളക്കി വിട്ടിട്ട് ബിന്നി ഇതിനകത്തുനിന്ന് അനുമോളെ പുറത്ത് കളയുവാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി വരെ മെനഞ്ഞെടുത്തു. അങ്ങനെയുള്ള ബിന്നിയോട് അനുമോൾ ഈ 16 ലക്ഷത്തിന്റെയൊക്കെ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നത്? അതെ, അനുമോൾ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? ഒരു കൂസലുമില്ലാതെ ബിന്നി പറയുകയാണ്, നീ പറഞ്ഞു. നീ ഒരുപക്ഷെ മറന്നുപോയതായിരിക്കും. ദേ അവിടെ നിന്നുകൊണ്ടാണ് നീ എന്നോടത് പറഞ്ഞത്. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുവാൻ അനുമോളുടെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. പറഞ്ഞു ഇന്നതാണ് തെളിവ് എന്ന് സ്ഥാപിക്കാൻ ബിന്നിയുടെ കയ്യിലും ഒന്നുമില്ലെങ്കിലും ബിന്നിയുടെ കൂടെയാണ് ആൾക്കാർ നിൽക്കുന്നത്. കാരണം ഇത് ഒരു വ്യക്തിക്കെതിരെ കളിക്കാനുള്ള നല്ലൊരു ആയുധമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം അത് ഉപയോഗിക്കാൻ മാത്രമേ എല്ലാവരും ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ബിന്നിക്ക് കാര്യമായിട്ട് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഷാനവാസും നൂറയും ആദിലയും കൂടി പറയുന്നത് ബിന്നി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു പക്ഷേ ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വിശ്വസിച്ച് അവളോട് പറഞ്ഞതാണ്. അങ്ങനെ വിശ്വസിച്ച് പറഞ്ഞപ്പോൾ വിശ്വാസവഞ്ചന ഒരിക്കലും അവൾ കാണിക്കാൻ പാടില്ലായിരുന്നു. ആ വാക്കിനൊക്കെ എന്ത് പ്രസക്തിയാണ്? ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ ആരും ആരെയും വിശ്വസിക്കുവാൻ പാടില്ല. അതാണ് ആദ്യമായി പഠിക്കേണ്ട ബാലപാഠം. ഏതു നിമിഷവും തന്റെ നിഴലായി കൂടെ നടക്കുന്നു എന്ന് കരുതുന്ന വ്യക്തി പോലും ഒരവസരം കിട്ടിയാൽ തിരിഞ്ഞു കുത്തും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണമായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ 16 ലക്ഷത്തിന്റെ കണക്ക് പറയാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം. പിന്നെ പി ആറിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് ഞാനും കൊടുത്തിട്ടുണ്ട് എന്ന് അനുമോൾ പറഞ്ഞിട്ടുമുണ്ടാവാം. അനുമോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. കാരണം ആരാണ് എന്താണ് എന്നൊന്നും നോക്കാതെ
അപ്പോൾ തോന്നുന്നു അതുപോലെ തന്നെ തുറന്നടിക്കുന്ന ഒരു ടൈപ്പ് ആളാണ് അനുമോള്. അതുകൊണ്ട് അനുമോളുടെ വായിൽ നിന്ന് അങ്ങനെ വീണിട്ടുണ്ടാവാം. എന്നാൽ ഇവിടുത്തെ വലിയ രസകരമായ ഒരു കാര്യം, 8 ലക്ഷം രൂപയോളം PR കൊടുത്തിട്ട് വന്ന ആളാണ് അനുമോൾക്കെതിരെ ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കിയത്. ഞാൻ 8 കൊടുത്തതെങ്കിൽ നീ അതിന്റെ ഇരട്ടി കൊടുക്കും, നീ സെലിബ്രിറ്റി അല്ലേ, നീ 16 കൊടുത്തെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും ഇതേ സംബന്ധിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തലുകളൊക്കെ ശരിയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഏറ്റവും വലിയ PR കൊടുത്ത വ്യക്തി അക്ബറാണ്. നല്ലൊരു തുക തന്നെ കൊടുത്തിട്ടാണ് അക്ബർ വന്നിരിക്കുന്നത് എന്നും സോഷ്യൽ മീഡിയ പറയുന്നു. അല്ല, നിങ്ങൾ ഈ ഊഹാപോഹം പ്രചരിപ്പിക്കുകയല്ലേ? എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ ഉറപ്പിക്കുവാൻ കഴിയും? ആരെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് വെറുതെ നിങ്ങളും അതിന്റെ മൂട് താങ്ങി സംസാരിക്കരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. എവിടുന്നാണ് ഈ കണക്കുകളൊക്കെ പുറത്തു വരുന്നത്? അതെ, ബിഗ് ബോസിൽ നിന്നും കട്ടയും പടവും മടക്കി പുറത്തു പോകേണ്ടി വന്നിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെയാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ചോർത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതായത് ഇന്ന ആൾക്കാർ ഞങ്ങളെ വിളിച്ചിരുന്നു, ഇന്നയാളിന്റെ PR തന്നെയാണ് ഞങ്ങളെയും കോണ്ടാക്ട് ചെയ്തത്, അവർ ഇത്ര രൂപയായിരുന്നു ഞങ്ങളോട് ചോദിച്ചത്, അപ്പോൾ അത്രയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന ആൾക്കാർ ഇത്ര തുകയ്ക്കാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് സംസാരിച്ചല്ലോ. ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അറിയാത്ത പല കളികളും പുറത്തു നിന്ന് കളിച്ചതിന് ശേഷമാണ് ഈ ഐറ്റങ്ങളെല്ലാം അകത്ത് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഇന്നയാളാണ് കുറ്റക്കാരൻ, ഇന്ന വ്യക്തിയാണ് കുറ്റക്കാരി എന്ന് ആരെക്കുറിച്ചും പറയാൻ പറ്റില്ല. പിന്നെ അത് ഈ സീസണിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. ബിഗ് ബോസിലേക്ക് ആൾക്കാർ കളിക്കാൻ പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള PR ഏജൻസികളെ ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? അവർ കൃത്യമായിട്ട് ഇവർക്ക് വേണ്ടി പോസ്റ്ററുകൾ തയ്യാറാക്കുക, ഇവരുടെ റീലുകൾ ഓരോന്ന് റെഡിയാക്കി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക. ഇങ്ങനെയുള്ള പരിപാടികളാണ് ഈ PR വർക്കേഴ്സ് ചെയ്യുന്നത്. എന്നാൽ PR ഏജന്റുമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ചില ആൾക്കാരെ മാക്സിമം വെളുപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം ഇതിനകത്ത് ആരാണ് ശരിയെന്നും ആരാണ് തെറ്റെന്നും. ആടിനെ പട്ടിയാക്കാൻ മാക്സിമം പരിശ്രമിച്ചാലും ബോധമുള്ളിടത്തോളം കാലം ജനങ്ങൾക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് അവരവരുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് തന്നെയായിരിക്കും വോട്ട് ചെയ്യുക. എന്ന് വെച്ച് PR-നെ കൊണ്ട് ഗുണമൊന്നുമില്ല എന്നല്ല. PR ഏജൻസികൾക്കും കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയും. പക്ഷെ ഒരൊറ്റ PR വിചാരിച്ചാലും ആർക്കും ഫൈനൽ 5-ലേക്ക് കടക്കാൻ പറ്റില്ല, ആർക്കും കപ്പടിക്കുവാനും പറ്റില്ല. അപ്പൊ പിന്നെ അനുമോൾ ഇത്രയും ദിവസം അവിടെ നിന്നത് PR-കാരുടെ പണി കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. അനുമോള് കാര്യമായി ടാസ്കുകളൊന്നും വിൻ ചെയ്തിട്ടില്ല, വലിയ ത്രസിപ്പിക്കുന്ന ഗെയിമൊന്നും അവിടെ കളിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്? PR ഇല്ലാതെയാണോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മറുചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അനീഷ് എന്തുകൊണ്ടാണ് ഇവിടം വരെയോളം എത്തിയത്? ഒരു കോമണറായി അകത്തേക്ക് കയറി വന്ന അനീഷ് വലിയ ത്രസിപ്പിക്കുന്ന ഗെയിമൊന്നും കളിച്ചിട്ടില്ല. എല്ലാ ടാസ്കുകളും പിടിച്ചടക്കുകയും വളരെ തന്ത്രപരമായിട്ട് മൈൻഡ് ഗെയിമൊക്കെ കളിച്ച് അവിടെ മുന്നേറുകയും ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അനീഷ് ഇവിടം വരെയോളം എത്തിയത്? അനീഷ് ആദ്യത്തെ ആഴ്ചയിൽ വന്നപ്പോൾ തന്നെ ഒരു സ്ട്രാറ്റജി പുറത്തെടുത്തു. അതിനെ ആ വീട്ടുകാർ ഒരുമിച്ച് ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗീയമായ ആക്രമണം നടത്തി. 1-2 ആഴ്ച അനീഷിന്റെ പിന്നാലെ തന്നെയായിരുന്നു ഈ ആൾക്കാർ മുഴുവനും. അങ്ങനെ അനീഷിനെ ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അനീഷിനെ പ്രേക്ഷകർ ഏറ്റെടുക്കുവാൻ തയ്യാറായി. എപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവന്റെ കൂടെ തന്നെയായിരിക്കും സാധാരണക്കാരായ ജനങ്ങൾ നിലനിൽക്കുന്നത്. അനീഷിനെ ആക്രമിച്ചതുപോലെ തന്നെ അനുമോൾക്കെതിരെയും ആക്രമണം നടന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അനീഷിനെതിരെ ഉണ്ടായതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെയുള്ള ആക്രമണമാണ് അക്ബറിന്റെ ഗ്രൂപ്പ് അഴിച്ചുവിട്ടത്. അപ്പാനിയും അക്ബറും ബിന്നിയും ആര്യനും ജിസയിലും ഒക്കെ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ 1 മാസം മുഴുവൻ കളിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം പുറത്തു നിൽക്കുന്ന പ്രേക്ഷകർ കാണുകയല്ലേ. അങ്ങനെ കണ്ടപ്പോൾ അനുമോളോട് അവർക്ക് സഹതാപം തോന്നിയിട്ടുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ PR വർക്ക് കൊണ്ടാണെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയില്ല. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അനുമോളുടെ PR ആയിട്ട് എന്നെ കുറെ ആൾക്കാർ ആ ഒരു പട്ടം നൽകി നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അനുമോളുടെ PR അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അതിനൊക്കെ മറുപടി എഴുതി അങ്ങ് മടുത്തു. ഇന്നും ഇതുപോലെ കുറെ ആൾക്കാർ ചോദിച്ചു. അവരോടൊക്കെ ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് PR ഞാൻ തന്നെയാണെന്ന്. പക്ഷെ നിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ല. എന്നാൽ ഇന്ന് അനുമോളും ബാക്കിയുള്ളവരും ആ വീടിനകത്ത് അതിനെപ്പറ്റി തുറന്നു ചർച്ച നടത്തി. അപ്പോൾ PR ഞാൻ തന്നെയാണ് അല്ലേ? സമ്മതിക്കാം. അപ്പോൾ ഈ 16 ലക്ഷം ആർക്കാണ് കിട്ടിയത്? അതും എനിക്ക് തന്നെയാണ്. ഒലിവ് ക്രിയേഷൻസ് 16 ലക്ഷം രൂപ അനുമോളുടെ കയ്യിൽ നിന്നും PR വർക്കിന് വേണ്ടി വാങ്ങിയിരിക്കുന്നു. ഈ ചാനൽ ഈ സീസണിൽ അനുമോളുടെ PR ആയി മാറിയിരിക്കുന്നു എന്ന് ഏകദേശം ഉറപ്പിക്കാം അല്ലേ? അങ്ങനെ ഉറപ്പിച്ചാലും ഉറപ്പിച്ചില്ലെങ്കിലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കാണുന്നത് നമ്മൾ പറയും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവിടെ അനുമോളാണോ ശരി അതോ ബിന്നിയാണോ ശരി?
ആ വീട്ടിലുള്ള ഓരോ മത്സരാർത്ഥികളും അവിടെ നിലനിൽക്കുന്നത് PR ഏജൻസികൾ പുറത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണോ അതോ അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണോ?